അപ്പോൾ ഗൈസ്, നമ്മളിന്ന് കുടജാദ്രിയിൽ സൺറൈസ് കാണാൻ പോവുകയാണ്. മൂകാംബിക ക്ഷേത്രത്തിൻ്റെ അടുത്ത് നിന്ന് പുലർച്ചെ 5 മണി തൊട്ട് ജീപ്പ് സർവീസ് ആരംഭിക്കുന്നതാണ്. ഒരാൾക്ക് 300 രൂപയാണ് വരുന്നത്. അപ്പോൾ ഇവിടുന്ന് ഒരു 30 കിലോമീറ്ററിൻ്റെ അടുത്ത് ജീപ്പിൽ പോകാനുണ്ട്. തണുത്ത കാറ്റൊക്കെ കൊണ്ട് ജീപ്പിൽ ഇങ്ങനെ പോകാൻ നല്ല രസമാണ്. ഇവിടെ മൂകാംബിക ക്ഷേത്രത്തിൻ്റെ അടുത്ത് നിന്ന് ബേസ് സ്റ്റേഷൻ വരെയുള്ള റോഡ് നല്ല റോഡാണ്. നമ്മൾ പോണ വഴിക്ക് ഒരു കടയിൽ ചായ കുടിക്കാൻ നിർത്തിയായിരുന്നു. പൊതുവെ കുടജാദ്രി പോകുന്ന എല്ലാ ജീപ്പും ഇവിടെ തന്നെ നിർത്തി ഇവിടെ നിന്നാണ് ചായ കുടിക്കുന്നത്. ഹോട്ടൽ കാണാൻ വലിയ സെറ്റപ്പായിട്ടൊന്നും തോന്നുന്നില്ലെങ്കിലും നല്ല ഹോട്ടലായിരുന്നു, നല്ല അടിപൊളി ഫുഡായിരുന്നു. പൊതുവെ ഞാൻ അങ്ങനെ വടയൊന്നും കഴിക്കാത്തതാണ്. പക്ഷേ ഇവിടുത്തെ വട കഴിച്ചപ്പോൾ എനിക്കെന്തോ വല്ലാണ്ട് ഇഷ്ടമായി. നല്ല ചൂട് വടയും നല്ല സാമ്പാറും ചമ്മന്തിയൊക്കെ ആയിരുന്നു. ഞാൻ 2 വടയൊക്കെ കഴിച്ചു. ഒരു ചായ കുടിച്ച് ഞങ്ങൾ വീണ്ടും യാത്ര തുടർന്ന്. ഇവിടെ നിന്ന് പോകുന്ന വഴിക്ക് നമുക്ക് ചെറിയ പാടമൊക്കെ കണ്ടായിരുന്നു. പക്ഷേ അത് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ഇനി കിട്ടുന്നത് നമുക്ക് ചെക്ക് പോസ്റ്റാണ്. ഇവിടെ നിന്നാണ് നമ്മൾ കുടജാദ്രിയിലോട്ട് കയറാനുള്ള എൻട്രി പാസ്സൊക്കെ എടുക്കണം. ഇവിടെ നമ്മൾ 100 രൂപ എങ്ങാണ്ട് കൊടുക്കണം ഒരാൾക്ക്. അത് കഴിഞ്ഞ് ഫോറസ്റ്റ് ഓഫീസർ വന്നിട്ട് ഇവിടെ പ്ലാസ്റ്റിക് ബോട്ടിൽസ് വല്ലതും നമ്മൾ ക്യാരി ചെയ്യുന്നുണ്ടോയെന്ന് ചെക്ക് ചെയ്യുക. അത് ഉണ്ടെങ്കിൽ നമ്മൾ അവിടെ കളഞ്ഞിട്ട് പോകണം. ആ ചെക്ക് പോസ്റ്റ് കഴിഞ്ഞ് പിന്നെ നല്ല അടിപൊളി ഓഫ് റോഡാണ്, നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും. നമ്മൾ മുകളിലൊരു ബേസ് ക്യാമ്പിലെത്തി, അവിടെയാണ് ജീപ്പ് പാർക്ക് ചെയ്യണത്. അവിടെ നിന്ന് നമ്മൾ പിന്നെ നടന്ന് പോകണം. ഏകദേശം 1-2 കിലോമീറ്ററിൻ്റെ അടുത്തുണ്ടാവും. അപ്പോൾ നമ്മൾ 1 മണിക്കൂറിനകത്ത് പോയി തിരിച്ച് ജീപ്പിൻ്റെ അടുത്ത് എത്തണം. ഇല്ലെങ്കിൽ നമ്മൾ എക്സ്ട്രാ ടൈമിനുള്ള പൈസ കൂടുതൽ കൊടുക്കേണ്ടത് വരും. ആദ്യം ജീപ്പ് പാർക്ക് ചെയ്ത് കുറച്ച് മുകളിലോട്ട് നടക്കുമ്പോൾ തന്നെ ഒരു അമ്പലം കിട്ടും. മുകളിലോട്ട് നോക്കുമ്പോൾ നമുക്ക് നല്ല കോടയൊക്കെ നിറഞ്ഞു നിൽക്കുന്നത് കാണാൻ പറ്റും. അപ്പോൾ നമുക്കൊരു ഫീൽ കിട്ടുമല്ലോ. അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല, നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്താലേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. ഞാൻ പലതവണ മൂകാംബിക ക്ഷേത്രത്തിൽ വന്നിട്ടുണ്ടെങ്കിലും ആദ്യമായിട്ടാണ് കുടജാദ്രി കാണാൻ പറ്റുന്നത്. വല്ലാത്തൊരു എക്സ്പീരിയൻസാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇന്നിങ്ങനെ കുറച്ച് നടന്നു പോകുമ്പോൾ മുകളിൽ പിന്നെ ഒരു അമ്പലമുണ്ട്. അവിടെ അതിൻ്റെ സൈഡിലായിട്ടൊരു കുളമുണ്ട്, അതിന് നിറച്ച് മീനുണ്ട്. നല്ല ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള വെള്ളമായതുകൊണ്ട് നമുക്ക് മുകളിൽ നിന്ന് തന്നെ കാണാൻ പറ്റും അതിൻ്റെ അടിയും മീനും ഒക്കെ ഓടിക്കളിക്കുന്നത്. നല്ല കുത്തനെയുള്ള കയറ്റായിരുന്നു. നല്ല മഴക്കാലത്ത് പോയതുകൊണ്ടുള്ള ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല പച്ച നിറഞ്ഞു നിൽക്കുന്ന സമയമായിരിക്കും. അതിൻ്റെ ഇടയിൽ കോടയും കൂടിയാകുമ്പോൾ നല്ലൊരു വൈബായിരിക്കും. കോടമഞ്ഞൊക്കെ കൊണ്ടിങ്ങനെ നിറയെ നടന്നു പോകാൻ നല്ല രസമായിരുന്നു. കുറച്ച് നടന്ന് കയറി ഇപ്പം നല്ലൊരു ഫ്ലാറ്റായിട്ടുള്ള സ്ഥലം കിട്ടി. നമ്മളപ്പോൾ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാമെന്ന് വെച്ചു. കുറച്ച് വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുത്ത് നമ്മൾ പിന്നെ നടക്കാൻ തുടങ്ങി. നമ്മളിപ്പോൾ 1343 അടി ഉയരത്തിലാണ് നിൽക്കുന്നത്. ഇവിടെ നിന്ന് താഴോട്ട് നോക്കുമ്പോൾ തന്നെ നമുക്ക് തല കറങ്ങും. നമ്മളെക്കാളും മുമ്പേ കുറേ പേര് കയറിയവരൊക്കെ ഇറങ്ങി വരുന്നുണ്ടായിരുന്നു. കുറേ പേരൊക്കെ ക്ഷീണിച്ച് അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു. മുകളിലെത്തിയപ്പോൾ കോട നല്ലോണം കൂടിയായി. ഇപ്പോൾ നമുക്ക് താഴോട്ടൊന്നും കാണാൻ പറ്റാത്ത പോലെയായി. മൊത്തം കോട നിറഞ്ഞു. നടന്ന് ഞങ്ങൾ അങ്ങനെ അവസാനം മുകളിലോട്ടെത്തി. അപ്പോൾ അരവിന്ദനദികൾ സിനിമ ഒക്കെ കണ്ടവർക്കറിയാം, ഇതാണ് ശങ്കരാചാര്യർ തപസ്സിരുന്ന സർവജ്ഞപീഠം. അപ്പോൾ കുറേ പേര് ഇവിടെയൊക്കെ ഇരുന്ന് പ്രാർത്ഥിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇതിനകത്ത് ശങ്കരാചാര്യരുടെ ഒരു ചെറിയ ശില്പം കൂടിയുണ്ട്. ഞങ്ങളും കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് താഴോട്ടിറങ്ങി. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 1 മണിക്കൂറിനകത്ത് താഴോട്ട് തിരിച്ചെത്തണമല്ലോ. അപ്പോൾ നടക്കാൻ കൂടുതലായി ഉള്ളത് കൊണ്ട് പെട്ടെന്ന് തിരിച്ചിറങ്ങുമ്പോൾ കോടയൊക്കെ പോയി കുറച്ച് ചൂടായിരുന്നു. മുകളിലോട്ട് പോകുമ്പോൾ ഓഫ് റോഡിൻ്റെ വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയില്ലായിരുന്നു. അപ്പോൾ തിരിച്ചിറങ്ങുമ്പോൾ കുറച്ച് വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ
ഇപ്പോഴും ആൾക്കാരൊക്കെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ ഞാൻ പറയുകയാണെങ്കിൽ പുലർച്ചെ വരുന്നതായിരിക്കും ഏറ്റവും നല്ലത്. നമുക്ക് നല്ല കോടയൊക്കെ ആയി നിറഞ്ഞ് നിൽക്കുമ്പോൾ നടന്ന് പോകാനും നല്ല രസമാണ്. പിന്നെ വെയിലിൻ്റെ ചൂടും അത്ര ഉണ്ടാവില്ല. അപ്പോൾ നിങ്ങൾ അടുത്ത പ്രാവശ്യം മൂകാംബിക വരുമ്പോൾ എന്തായാലും കുടജാദ്രി വിസിറ്റ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ പുലർച്ചെ വരാനാണ് ഞാൻ സജസ്റ്റ് ചെയ്യുള്ളൂ. ഞങ്ങൾ വലിയൊരു ഓഫ് റോഡൊക്കെ കഴിഞ്ഞ് തിരിച്ച് മെയിൻ റോഡിലോട്ടെത്തി. ഇവിടുന്ന് പിന്നെ നല്ല റോഡാണ്. ആദ്യമായിട്ടാണ് ഒരു വോയിസ് ഓവർ വീഡിയോ ചെയ്യണേ. കൊള്ളാമെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ബായ്.